ജയിക്കണമെങ്കിൽ അന്ത്യം നന്നാകണം, വിജയിക്കണമെങ്കിൽ അന്ത്യം നന്നാകണം. അതുകൊണ്ട് എന്റെ അന്തിമ വിജയമാണ് അത് മുത്തഖീങ്ങൾക്കാണല്ല കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ അവസാനമാണ് എനിക്കറിയേണ്ടത്, ജീവിതത്തിന്റെ അവസാന നിമിഷമാണ് എനിക്കറിയേണ്ടത്. അതുകൊണ്ട് പോടാ എന്റെ കൺമുമ്പിൽ നിന്ന്. മഹാന്മാരായ രണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവര് സഹോദരങ്ങളാണ്, വാപ്പ ഉമ്മ ഒറ്റ സഹോദരങ്ങളാണ്. ഞാൻ പേര് പെട്ടെന്ന് മറന്നുപോയി. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരാണ്. അവരൊരു തീരുമാനമെടുത്തു. റബീഉം റിബീഉമാണെന്നാണ് എന്റെ ഓർമ്മ. ചിലപ്പോൾ ശരിയായി കൊള്ളണമെന്നില്ല, കാരണം ചരിത്രം അറിയുന്നവരാ നിങ്ങൾ. എന്റെ ഓർമ്മ ശരിയല്ല, പക്ഷെ രണ്ട് സഹോദരങ്ങൾ ഒരു തീരുമാനമെടുത്തു. എന്താണെന്നറിയോ? ഇനി ഞങ്ങൾ ചിരിക്കൂല, ഇനി ഞങ്ങൾ സന്തോഷിക്കില്ല. ഏതുവരെ എന്നറിയോ? ഞങ്ങളുടെ സങ്കേത സ്വർഗമാണോ? കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാഥം കൊണ്ട് മുഖരിതമായ സുഖലോലഭ സ്വർഗമാണോ? തട്ടിയാളുന്ന ഭീകരമായ ബീഭത്സമായ കഠിനമായ കഠോരമായ നരകമാണോ ഞങ്ങളുടെ സങ്കേതമെന്ന് തിരിച്ചറിയുന്നത് വരെ ഞങ്ങളിനെ ചിരിക്കൂല. സഹോദരങ്ങളെ, മരിക്കുന്നത് വരെ അവരെ ചിരിച്ചിട്ടില്ലത്രേ. അവസാനം മരണപ്പെട്ട് മയ്യത്ത് കുളിപ്പിച്ചവര് പറയുകയാണ്, മയ്യത്ത് കട്ടിലിൽ കിടക്കുമ്പോ അല്ലാ റൂഹ് ശരീരത്തിൽ നിന്ന് വിട പറഞ്ഞ നിമിഷത്തില് അവരുടെ മുഖത്ത് പുഞ്ചിരി ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടെന്നറിയോ? ചിരിച്ചു മരിക്കണോ കൂടണോ എന്ന് പറയുന്ന അഭിനവ കാലഘട്ടത്തിന്റെ മക്കളോട് പ്രിയപ്പെട്ടവരെ ഒന്നേ പറയാറുള്ളൂ, പുകഴ്ത്തലുകളും വാഴ്ത്തലുകളും പിശാച് വലതുഭാഗത്ത് നിന്ന് വരുന്നതിലൂടെയാ. അതിന് ഒരേ ഒരു മരുന്നേ ഉള്ളൂ. ശഖീഖുൽ ബൽഖ് തങ്ങൾ ഓതിക്കൊടുത്തു, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. അവസാനം നന്നാവുമെന്ന് ആർക്കുറപ്പുണ്ട്? ഞാൻ ആ ഭാഗത്തേക്ക് പോയാൽ തിരിച്ചു വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അവസാനം അല്ലാഹു അക്ബർ. ഓരോരുത്തരുടെ ചരിത്രം കേട്ടാൽ 12,000-ഓളം വരുന്ന മുറബ്ബിയായ മശായിഖുമാരുടെ ശൈഖായിരുന്ന ഒരാൾ, 12,000-ഓളം വരുന്ന ശൈഖന്മാരുടെ ശൈഖ്, മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, മഹാനായ അല്ലാമ ഷിബിലി റഹിമഹുള്ള അടക്കമുള്ള 12,000-ഓളം വരുന്ന മശായിഖുമാരുടെ ശൈഖായിരുന്ന 1000-ഓളം വരുന്ന ഖാൻഗാഹുകൾ, 1000-ഓളം വരുന്ന സന്യാസി മഠങ്ങൾ. സന്യാസി മഠം എന്ന് പറഞ്ഞാൽ മലയാളത്തിന്റെ പദമാണ്. അള്ളാന്റെ ഔലിയാക്കൾ ടെന്റ് കെട്ടി ഇബാദത്തെടുക്കും ജനങ്ങളിൽ നിന്ന് മാറിയിട്ട്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് ചെറിയ ടെന്റുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്ന, ആയിരക്കണക്കിന് മദ്രസകൾ നടത്തിയിരുന്ന 12,000-ഓളം വരുന്ന ശൈഖന്മാരുടെ ശൈഖായിരുന്ന അബൂ അബ്ദുല്ലാഹിൽ അൻദലൂസ് റളിയല്ലാഹു തആല അൻഹു അവസാനം ഒരു പെണ്ണിലേക്ക് അദ്ദേഹത്തിന്റെ കണ്ണ് ചെന്നപ്പോൾ അദ്ദേഹം ആ ക്രൈസ്തവ പെണ്ണിനെ വിവാഹം കഴിക്കാൻ അവളുടെ അച്ഛൻ പറഞ്ഞ രീതിയിൽ പന്നികളെ മേച്ച് കള്ളു കുടിച്ച് അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ ഹാഫിളായിരുന്ന അബൂ അബ്ദുല്ലാഹിൽ അൻദലൂസ് റളിയല്ലാഹു തആല അൻഹു എല്ലാ ആയത്തുകളും മറന്നുപോയി. ഒരൊറ്റ ആയത്ത് മാത്രം അദ്ദേഹത്തിന് അറിയാം. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവന്റെ ശിക്ഷയെ പറ്റി പറയുന്ന ഇർത്തിദാദിന്റെ ആയത്ത്, മുർത്തദായി പോകുന്ന ആയത്ത് മാത്രം മനപ്പാഠം. 10,000-കണക്കിന് ഹദീസുകൾ സനദ് സഹിതം അറിഞ്ഞിരുന്ന അബൂ അബ്ദുല്ലാഹിൽ അൻദലൂസി അവസാനം മതം മാറിയവനെ കൊന്നുകളയി എന്ന് പറയുന്ന ഹദീസ് മാത്രം അറിയാൻ പറ്റുന്ന രീതിയിൽ ബാക്കി മുഴുവനും മറന്നുപോയ അബൂ അബ്ദുല്ലാഹിൽ അൻദലൂസി തങ്ങൾ ശിഷ്യഗണങ്ങൾ ഉസ്താദിനെ തിരക്കി വന്നപ്പോ കാണുന്നത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ദഅവത്ത് നടത്താൻ ഉപയോഗിക്കുന്ന ഒരു വടി. ആ വടി അദ്ദേഹം പന്നികളെ മേച്ചുകൊണ്ട് നടക്കുകയാണ്. മഹറിന് ക്രിസ്തീയ പെണ്ണിനെ കല്യാണം കഴിക്കാൻ അവിടെ ഹേമ കമ്മീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ക്രൈസ്തവ യുവതിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പന്നികളെ മേച്ച് നടന്നു. ദീനിന്റെ പ്രബോധന മാർഗത്തിൽ അദ്ദേഹത്തിന്റെ ഊന്നുവടി ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ആ പരിശുദ്ധമായ ആ കന്തൂറയുടെ അരപ്പട്ട കെട്ടിയിട്ട് കള്ളു കുടിച്ചിട്ട് പന്നി ഇറച്ചിയും കഴിച്ചു. അവസാനം അദ്ദേഹത്തിന് അങ്ങനെ പോകാൻ കാരണം മറ്റൊരു കാരണം കൂടിയുണ്ട്. ആ പെണ്ണിലേക്ക് നോക്കിയത് മാത്രമല്ല. അവസാനം ആ ചരിത്രം പറയാൻ ഞാൻ മെനക്കെടുന്നില്ല, കാരണം തീരില്ല.
അവസാനം ആയിരക്കണക്കിന് ശിഷ്യന്മാര് മോഹാലസ്യപ്പെട്ട് വീണ് മരിച്ചുപോയി. നൂറുകണക്കിന് ശിഷ്യന്മാര് ഓടിച്ചെന്ന് ഉസ്താദിന്റെ കാൽക്കൽ വീണിട്ട് മാപ്പ് പറഞ്ഞു, നിങ്ങളൊന്ന് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അല്ലാഹു തആല പരിശോധിച്ചു ആ മനുഷ്യനെ. അവസാനം അല്ലാഹു തആല അദ്ദേഹത്തിന്റെ വിലായത്തും അദ്ദേഹത്തിന്റെ പരിശുദ്ധമായ ഈമാനും തിരിച്ചു കൊടുത്ത് അദ്ദേഹം വീണ്ടും ദഅവത്ത് ആരംഭിച്ചു, പ്രബോധന മാർഗത്തിലുണ്ടായി, മുഅ്മിനായി മരിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇത് ഏതെങ്കിലും സിനിമയുടെ തിരക്കഥയോ നാടകത്തിന്റെ ക്ലൈമാക്സോ ഏതെങ്കിലും സീരിയലിന്റെ ഇതിവൃത്തമോ ഏതെങ്കിലും ലേഖനങ്ങളിലെ ഇക്കിളിപ്പെടുത്തുന്ന ഏതെങ്കിലും മാസികളിലെ ലേഖന കൂമ്പാരങ്ങളോ ഒന്നുമല്ല. താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ കാര്യമാണ്. അതുകൊണ്ട് അവസാനം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റൂല സഹോദരങ്ങളെ. ഞാനൊരു സ്ഥലത്ത് പ്രസംഗത്തിന് പോകുമ്പോൾ പറഞ്ഞു, ഉസ്താദെ 6 കൊല്ലം കൊണ്ട് ഇവിടെ വഴലില്ല, 6 കൊല്ലത്തിന് ശേഷം ഇപ്പോഴാണ് വഴൽ ആരംഭിച്ചത്. എന്നിട്ട് പോയി ചോദിച്ചു, സംഘാടകര് കാരണത്തിരുന്നിട്ട് ചോദിച്ചു, അവസാനത്തെ സ്റ്റേജിൽ പ്രസംഗിച്ച ആൾ നിങ്ങൾക്ക് അറിയോ? ഞാൻ പറഞ്ഞു ആരാണ്? അപ്പൊ ഒരാളുടെ പേര് പറഞ്ഞു. ആ ആള് ഇന്ന് മുസ്ലിമല്ല, ഒരു ചെക്കനാ. അവൻ നിരീശ്വരവാദ പ്രസ്ഥാനത്തിലേക്ക് പോയി, അവൻ എക്സ് മുസ്ലിമായി അള്ളാഹുവിന്റെ ദീനിനെ അധിക്ഷേപിച്ച് നടക്കുന്നു. ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ അടുത്ത കൊല്ലം എന്നെ വിളിച്ചാ പോരെ, ഈ ശൈത്താൻ ഇറങ്ങിയ സ്റ്റേജിൽ എന്നെ എന്തിനാ വിളിച്ചേ? അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യം പ്രസംഗിച്ചു കൊടുത്ത, ഖുർആൻ പറഞ്ഞു കൊടുത്ത, മതബോധം ഉണർത്തിക്കൊടുത്ത ഒരു സമുദായത്തിന്, സമൂഹത്തിന് സംസ്കരിക്കാൻ ദീനി പ്രഭാഷണം പ്രബോധന മേഖലയിൽ ചോരയും നീരും ഉപയോഗിച്ച രാവും പകലും കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഖിദ്മ ചെയ്ത ഒരു മനുഷ്യന്റെ അവസാനം അള്ളാഹു തആല എങ്ങനെയാക്കി അറിയില്ല. ആ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അള്ളാഹ് ഹിദായത്ത് കൊടുക്കട്ടെ. നമുക്ക് ദുആരക്കാം. ആരും നരകത്തിൽ പോകാൻ നമ്മൾ സഹിക്കൂല, അത് ഇഷ്ടപ്പെടൂല നമ്മൾ. അതുകൊണ്ട് പുകഴ്ത്തലുകളൊക്കെ നടത്തിക്കോട്ടെ, പക്ഷെ നമ്മൾ പറയണം വല്ലാഖിബത്തുൽ മുത്തഖീൻ. എത്ര പുകഴ്ത്തിയാലും സഹോദര, അവസാനം നന്നായാൽ അൽഹംദുലില്ലാഹ്. അവസാനം എല്ലാവരും പുകഴ്ത്തി, അവൻ വലിയ ഹാജി, അവൻ വലിയ മൊയ്ലിയാര, വലിയ പ്രഭാഷകര, വലിയ ഇമാമ, വലിയ മുദരിസ, വലിയ കമ്മിറ്റിയ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി. അവസാനം മരിച്ചത് വളരെ മോശമായിട്ടാണെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ഈ പറഞ്ഞതൊക്കെ വെറും വാക്കുകളായി പോയില്ലേ? ഇതൊന്നും ആരും പറഞ്ഞില്ല എന്നിരിക്കട്ടെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ ഭാഗ്യം കിട്ടിയാൽ വല്ലാഖിബത്തുൽ മുത്തഖീൻ, അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. സഹോദരങ്ങളെ, തീരുന്നില്ല. ഭക്ഷകീകൃതങ്ങൾ പറയാണ്, ഇടതുഭാഗത്തൂടെ ശൈത്താൻ വന്നിട്ട് എന്നോട് പറയുന്നത് കള്ളുകുടിയുടെ മഹത്വം ഇങ്ങനെ പറഞ്ഞു തരികയാ, കഞ്ചാവിന്റെ ആ അനുഭൂതി ഇങ്ങനെ വിവരിച്ചു തരികയാ. അത് പത്രത്തിലൂടെയാകാ, അത് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയാകാ. കള്ളു കുടിച്ചാൽ ഇങ്ങനാണ്, കഞ്ചാവ് വലിച്ചാൽ ഇങ്ങനാണ്, കുതിരപ്പുറത്ത് കയറിയത് പോലെയാണ്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്, കഞ്ചാവ് 2 പിടുത്തമങ്ങ് പിടിച്ചു കഴിഞ്ഞാ പിന്നെ രണാങ്കണത്തിൽ കുതിരപ്പുറത്തിരിക്കും പോലെയാണ്, ഒരു വല്ലാത്ത സുഖമാണെന്ന് പറഞ്ഞു. ഇതെല്ലാം ശൈത്താൻ ഇടതുഭാഗത്തൂടെ നമുക്ക് കൊണ്ട് തരുന്നതാണ്. നമ്മൾ ചിന്തിക്കും, എന്നാ പിന്നെ നമുക്കും ഒന്ന് കുതിരപ്പുറത്ത് കയറിയാലോ? ആ ഒരു ചിന്ത ശൈത്താനാണ് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത്. അവിടെയാണ് ശഖീഖുൽ ബൽഖ് റളിയല്ലാഹു തആല ഓതിക്കൊടുത്തത്, വഹീല ബൈനഹും വബൈന മാ ആ മനുഷ്യരുടെ ഓരോ തിന്മകളുടെയും ചിന്തകളുടെയും ഇടയിൽ അള്ളാഹു വലിയ മറയിട്ടിരിക്കുന്നു എന്ന ആയത്തങ്ങോട്ട് ഓതിക്കൊടുത്തു. സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരാളെയും ശൈത്താൻ വിടൂല, അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നന്നാട്ടുകാവിലെ പോത്തുങ്കോട് മുസ്ലിം ജമാഅത്തിന്റെ അങ്കണത്തില് പൊന്നാര ഹബീബിന്റെ ജന്മദിനത്തോട് ബന്ധപ്പെടുത്തി സംഘടിപ്പിച്ച ഈ അനുഗ്രഹീതമായ പ്രഭാഷണ പരമ്പരയുടെ ദുആക്ക് തട്ടുതലേ ദിവസമാകുന്ന ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയാനുള്ളത്, പിശാച് നമ്മളുടെ അടുക്കൽ വരും. ആ പിശാച് ശത്രുവാണെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇനി രണ്ടാമത്തേത് ഇത്രയും നീട്ടിക്കൊണ്ടു പോകൂല, കാരണം ഇത് ഏറ്റവും വലിയ കുഴപ്പക്കാരനായതുകൊണ്ട് അത്രയെങ്കിലും വിശദീകരിച്ചില്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവൂല. ഇനി രണ്ടാമത്തെ ശത്രു എന്നറിയോ? രണ്ടാമത്തെ ശത്രു വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തി രണ്ടാമത്തെ ശത്രു, അത് മുനാഫിഖാൻ. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ, ഈ വിഷയം നിങ്ങൾ ഗൗരവത്തോടുകൂടി തന്നെ കേൾക്കണം, അതീവ ഗൗരവത്തോടുകൂടി തന്നെ നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. രണ്ടാമത്തെ ശത്രുവിനെ അള്ളാഹു പരിചയപ്പെടുത്തിയത് മുനാഫിഖാൻ. സൂറത്തുൽ മുനാഫിഖൂൻ എന്നും പറഞ്ഞൊരു അധ്യായം തന്നെ അള്ളാഹു അവതരിപ്പിച്ചു. ഖുർആനിൽ എന്തൊക്കെയാ ഉള്ളത്?
സൂറത്തുൽ മുഅ്മിനൂൻ. ഒരുപാട് പറയാനുണ്ട് അല്ലാഹുവിന്, വലിയ അധ്യായം. മുനാഫിഖീങ്ങളെ പറ്റി അത്രയൊന്നും പറയാനില്ല. അല്ലാഹു അല്പം കൂടെ ചെറിയൊരു അധ്യായം സൂറത്തുൽ മുനാഫിഖൂൻ. കാഫിരീങ്ങളെ പറ്റി പിന്നെന്ത് പറയാനാ, ഒരു ചെറിയ അധ്യായം സൂറത്തുൽ കാഫിറൂൻ. ഈ സൂറത്തുൽ മുനാഫിഖൂൻ എന്ന് പറയുന്ന വെള്ളിയാഴ്ച ഓതൽ സുന്നത്തായ ആ മൂപ്പര് ഹാഫിളായതുകൊണ്ട് ഹാഫിളീങ്ങൾക്ക് വലിയ മഹത്വമാണ്. അതങ്ങോട്ടാ പോകുന്ന ഈ കാറ്റ്. ഒന്ന് ചരിച്ചു പ്രസിഡന്റിന് മൊത്തത്തിൽ നിങ്ങൾക്കും കിട്ടുന്നില്ല, എനിക്കും കിട്ടുന്നില്ല. ഇങ്ങോട്ട് വെച്ചാൽ ചൂളയിൽ നിൽക്കും പോലെ നിൽക്കുക. മതി മതി മതി. പ്രസംഗിക്കുന്ന ഞാനാണെങ്കിലും വെള്ളം കുടിക്കുന്ന ഉസ്താദാ. ഇല്ല ഇത് മതി മതി മതി, കിട്ടി, അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാവും. രണ്ടാമത്തെ ശത്രുവിനെ അള്ളാഹു പരിചയപ്പെടുത്തി. ആരെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ കാണാം രണ്ടാമത്തെ ശത്രു അത് മറ്റാരുമല്ല, മുനാഫിഖീങ്ങളാണ്. ഇതിനിടയിൽ രണ്ടെണ്ണം ഞാൻ വിട്ടു. എന്താണെന്നറിയോ? ചിലപ്പോൾ അതിനു മുമ്പ് സമയം തീർന്നു പോയാൽ നമുക്ക് ഏതാണെന്നൊന്ന് മനസ്സിലാക്കി അവസാനം പിരിയാ. അല്ലാതെ വിശദീകരിക്കേണ്ട കാര്യമില്ല. വിശദീകരിക്കേണ്ടത് മാത്രം നമുക്ക് ആദ്യം പറയാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് മുനാഫിഖീങ്ങളാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂൻ അല്ലാഹു പറഞ്ഞു, ഇവരെ തിരിച്ചറിയാൻ പറ്റൂല, കപടന്മാരെ തിരിച്ചറിയാൻ പറ്റൂല. അത് അന്നല്ലേ, ഇന്നുണ്ട്. ചില പേര് ആരിഫ് എന്നായിരിക്കും. എത്ര നല്ല പേര് അള്ളാഹുവിന്റെ. ആരിഫ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആരിഫ് എന്ന് പറഞ്ഞാൽ വലിയ നല്ല പേരല്ലേ, അബ്ദുല്ലാഹ്. ചിലപ്പോ അതിന്റെ അപ്പുറപ്പുറം കുട്ടിയോ ഒക്കെ ചേർത്ത് കൊടുത്താലും മുനാഫിഖ് എന്ന് പറഞ്ഞാൽ അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും. അങ്ങനെയാണ് ഈ മുനാഫിഖ് എന്ന് പറയുന്നത്. അത് ഇന്നുണ്ട്. അത് മനസ്സിലാക്കണം നമ്മൾ. ഈ മുനാഫിക്കിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? മുനാഫിക്കിനെ നമുക്ക് തിരിച്ചറിയാൻ പാടാണ്. തിരിച്ചറിയാനുള്ള അടയാളം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒന്ന് രണ്ട് അടയാളങ്ങൾ പറയാം. അപ്പോഴും നമുക്ക് ചിന്തിക്ക്, അവനാണല്ലോ എന്ന് ചിന്തിക്കൂല, ഞാനാണല്ലോ എന്ന് നമുക്ക് ചിന്ത വരും. മുനാഫിഖീങ്ങൾ, അവരെ പറ്റി അല്ലാഹ് പറഞ്ഞ എന്താണെന്നറിയോ? വഇദാ റഅയ്തഹും തുഅജിബുക അജ്സാമുഹും വഅയഖൂലു തസ്മഅ ലിഖൗലിഹിം കഅന്നഹും ഖുശുബും മുസന്നദാ യഹ്സബൂന കുല്ല സൈഹത്തിൻ അലൈഹിം ഹുമൽ അദുവ്വു ഫഹ്ദറുഹും. സൂറത്തുൽ മുനാഫിഖൂൻ എന്ന അധ്യായത്തിന്റെ 4-ാമത്തെ ആയത്തിലൂടെ അല്ലാഹ് പരിചയപ്പെടുത്തുകയാ. വഇദാ റഅയ്തഹും തുഅജിബുക അജ്സാമുഹും, നിങ്ങൾ അവരെ കണ്ടാ നിങ്ങൾക്ക് വല്ലാത്തൊരു അനുഭവമാണ്. അവരുടെ ശരീരം വല്ലാത്ത ആകാര സൗഷ്ഠവമാണ്. അവരുടെ ശരീരം വല്ലാതെ മുഞ്ചുള്ള ശരീരമാ. ചിലപ്പോൾ അവർക്ക് നിസ്കാരത്തഴമ്പ് കണ്ടേക്കാ, ചിലപ്പോ കണങ്കാലിന് മുകളിൽ മുണ്ടെടുത്തേക്കാ. അവരുടെ രൂപലാവണ്യം നിങ്ങളെ വല്ലാതെ കീഴ്പ്പെടുത്തുന്നതാണ്, അത്ഭുതപ്പെടുത്തുന്നതാണ്. അവരെന്തെങ്കിലും പറഞ്ഞാ നിങ്ങൾ സാഗൂതം അത് കേൾക്കുന്നതാണ്. ഇത് നല്ലതല്ലേ ഈ പറയുന്നത്? എന്റെ കൂടെയല്ലേ ഇയാൾ നിൽക്കുന്നത്? ഇയാൾ എത്ര നല്ലവനാണ്! ഇത്രയും പ്രതിസന്ധികൾ, ഇത്രയും 4 ഭാഗത്ത് നിന്ന് ഇത്രയും വലിയ കൊടുങ്കാറ്റടിച്ച് വീശിയപ്പോ പോലും എന്നോടൊപ്പമല്ലേ നിൽക്കുന്നത്? എത്ര നല്ല മനുഷ്യനാണ്! ആ മനുഷ്യന്റെ മോഹന വാഗ്ദാനങ്ങളിൽ വീണു പോകുന്നു നമ്മൾ. ഇത് അല്ലാഹ് പറഞ്ഞതാണ്. കഅന്നഹും ഖുശുബും മുസന്നദാ. നബിയേ, ഈ മുനാഫിഖീങ്ങള് അവരുടെ ശരീരത്തിന്റെ സൗകുമാര്യത, ആ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവം, ആ ശരീരത്തിന്റെ ആകാര വടിവ്, അവരുടെ ഭാഷണത്തിന്റെ തികവ്, അവരുടെ സംഭാഷണത്തിന്റെ മികവ്, അവരുടെ സംസാരത്തിന്റെ മാധുര്യമുണ്ടല്ലോ, നിങ്ങളെ വല്ലാതെ കീഴ്പ്പെടുത്തി അത്ഭുതപ്പെടുത്തും നബിയേ. പക്ഷെ കഅന്നഹും ഖുശുബും മുസന്നദാ, അവര് ചാരിവെച്ച മരത്തടി പോലെയാണ്. മരത്തടി പോലെയാണ്. അള്ളാന്റെ ഉപമ ഒന്ന് ശ്രദ്ധിക്കണേ. അവര് ചാരിവെച്ച മരത്തടി പോലെയാണ്. യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹി. ആര് അവർക്കെതിരെ പ്രസംഗിച്ചാലും, ആര് എന്ത് പ്രസംഗിച്ചാലും അവര് ചിന്തിക്കും, ഇത് എന്നെ പറ്റിയാണ്, ഇത് എന്നെ പറ്റിയാണ്, എന്നെ പറ്റിയാണ്. 100 അനുഭവങ്ങളല്ലേ. ഒരു പ്രസംഗം കഴിഞ്ഞിറങ്ങുമ്പോ പെട്ടെന്നടുത്ത കോള് വരികയാണ്, ഇയാള് നമ്മളെ പറ്റിയല്ലേ പറഞ്ഞത്,
പറഞ്ഞത്. എന്തുകൊണ്ടെന്നറിയോ? കാപട്യത്തിന്റെ അടയാളമല്ല പറഞ്ഞതാണ്. എവിടെ ഒരു പ്രസംഗം നടന്നാലും, എവിടെ ഒരു വാക്ക് ഉണ്ടായാലും, എവിടെ ഒരു സംഭാഷണം നടന്നാലും അവരുടെ മനസ്സിന്റെ ചിന്ത ഇത് ഞങ്ങളെ പറ്റിയാണ്, ഞങ്ങളെ പറ്റിയാണ്, ഞങ്ങളെ പറ്റിയാണ്. അല്ല പറയുന്നു, നിങ്ങൾ അവരെ സൂക്ഷിക്കണേ, അവര് നിങ്ങളുടെ ശത്രുവാണ്. ഇത് മുനാഫിഖീങ്ങളെ പറ്റിയാണ് സഹോദരങ്ങളെ. ഇടയത്തിന്റെ ഉള്ളറകളിൽ ഒന്ന് വെച്ചിട്ടും മറ്റൊന്ന് പുറത്ത് കാണിക്കുന്നവര്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ അവർ എങ്ങനായിരുന്നെന്നറിയോ? റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറയും, യാ റസൂലല്ലാഹ്, നിങ്ങൾ ഞങ്ങളെ ചങ്ക, ഈ ഹൃദയത്തിന്റെ അകത്താ നബിയെ നിങ്ങളുള്ളത്. നിങ്ങളില്ലാതെ ഒരു നിമിഷത്തെ പറ്റി ചിന്തിക്കാൻ ഞങ്ങൾക്ക് വയ്യ. എന്താ നിങ്ങളുടെ പ്രഭാഷണം? ഈ നിങ്ങൾ വന്നിട്ടാണ് ഞങ്ങൾ നന്നായത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് റസൂലുള്ളാഹിനെ ഇങ്ങനെ പൊക്കി പൊക്കി മദ്ഹ് പറയും. ഹബീബായ നബി തങ്ങളുടെ ഭാഗത്ത് നിന്നവർ ഇറങ്ങിപ്പോയി നേരെ ശത്രുക്കളുടെ അടുക്കലേക്ക് ചെന്നിട്ട് അബൂജഹലിന്റെ, അബൂ സുഫിയാനിന്റെ, അഹ്റസിന്റെ, അർഖമിന്റെ, അഹ്നസിന്റെ, അതുപോലെ തന്നെ ഉബയ്യിന്റെ, അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ശത്രുക്കളുടെ മുമ്പിലേക്ക് കടന്നു പോയാൽ അവരുടെ മുമ്പിൽ ചെന്നിട്ട് ഈ മനുഷ്യര് പറയുന്നത് എന്തെന്നറിയോ? ഞങ്ങൾ മുഹമ്മദിനെ കളിയാക്കിയതാണ്, ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെയാണ്, സംശയമില്ല. ഇതാണ് മുനാഫിഖ് എന്ന് പറയുന്നത്. രണ്ട് വെള്ളത്തിൽ ചവിട്ടാന്ന് പറയൂലേ, അവിടെയും കോടും ഇവിടെയും കോടും. ഇതിന്റെ പേരാണ് മുനാഫിഖ് എന്നെങ്കിൽ എന്റെ സഹോദരങ്ങളെ അല്ല പറയുന്നു, അവര് ശത്രുക്കളാ, നിങ്ങൾ സൂക്ഷിക്കണേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇവരുടെ അടയാളം എന്തെന്നറിയോ? സഹോദരങ്ങളെ, ഈ പറയുന്ന അടയാളങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. നമ്മൾ പക്ഷേ മുനാഫിഖീങ്ങളിൽ പെട്ടുപോകാം. മുനാഫിഖീങ്ങളുടെ അടയാളം മറ്റൊരു ഹദീസിൽ റസൂലുള്ള പറഞ്ഞത്, ആയത്തുൽ മുനാഫിഖ് സലാസ, ആയത്തുൽ മുനാഫിഖ് സലാസ, കപട വിശ്വാസിയുടെ അടയാളം 3 എണ്ണമാണ്. സംസാരിച്ചാൽ കളവ് പറയാ. അപ്പൊ അതാരാ അത് ഒഴിവാകുക? ഞാൻ പറയാൻ പോയ അടയാളം അതല്ല. ഈ അടയാളം നോക്ക്. റസൂലുള്ള ഈ ഹദീസിൽ പറഞ്ഞത്, സംസാരിച്ചാൽ കള്ളം പറയും, വിശ്വസിച്ച വഞ്ചിക്കും, തർക്കിച്ചാൽ തെറി വിളിക്കും. ശരിയല്ലേ? സംസാരിച്ചാൽ കളവ് പറയും, വിശ്വസിച്ചാൽ വഞ്ചിക്കും, ഉടക്കൊണ്ടായ തുണി നോക്കി കാണിക്കും. ഇതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. കളവ്, നാക്കെടുത്ത കളവ് പറയും. സഹോദരിമാരൊക്കെ ചിന്തിക്കും, അങ്ങനെ ശരിയാ, കളവ് പറയാൻ പാടില്ലല്ലോ ഉസ്താദേ. ഏപ്രിൽ 1 മാത്രം നമുക്ക് കളവ് പറയാം, അതും 10 മണി വരെ, അതും 10 മണി വരെ. അതാരാണ് അനുവാദം കൊടുത്തത്, പെർമിഷൻ കൊടുത്തതെന്നും അറിയില്ല. പക്ഷേ അത് സഹജമായി, പ്രത്യേകിച്ച് മുസ്ലിം സൊസൈറ്റിയിൽ അതിന്ന് സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ ഉത്ഭവം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഏപ്രിൽ 1 പുതുവത്സരം. പുതുവർഷം എപ്പോഴാ സയ്യിദ് ഉസ്താദേ? പുതുവർഷം എപ്പോഴാണ്? പോത്തൻകോട് എപ്പോഴാന്ന് എനിക്കറിയില്ല. പനൂര് ജനുവരി 1. ഇവിടെ അങ്ങനെയല്ലേ? പക്ഷെ ഏപ്രിൽ 1 സാമ്പത്തിക വർഷം. സാറേ എപ്പോഴാ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്? മാർച്ച് അവസാനം അല്ലേ? അത് കാരണം അതാ, എല്ലാത്തിന്റെയും കണക്കെടുപ്പ് കഴിഞ്ഞ് സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ മാർച്ച് 31 ആകുമ്പോ എല്ലാം ക്ലിയർ. ഏപ്രിൽ 1 പുതുവർഷം ആരംഭിക്കുകയാണ്. ഏപ്രിൽ 1 ന്യൂ ഇയർ, പുതുവർഷം. പക്ഷേ ചില രാജാക്കന്മാരുടെ ഇടപെടൽ കാരണം ഏപ്രിൽ 1 എടുത്ത് ജനുവരി 1 കൊണ്ടുവച്ചു. ചില നാട്ടുകാർ ഇവർ അറിഞ്ഞില്ല, അവർ ഏപ്രിൽ 1 പുതുവത്സരം ആഘോഷിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് അറിഞ്ഞ ആളുകൾ വന്നിട്ട് ഇവരെ ഫൂളാക്കി. എന്ത് മണ്ടന്മാരാടാ നിങ്ങൾ! ഇവര് കളവ് പറയാണെന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിച്ചില്ല. ജനുവരി 1 മാറ്റിയ വിവരമറിയാതെ പഴയതുപോലെ ഏപ്രിൽ 1 പുതുവത്സരം എന്ന് കരുതിയിരുന്ന ഒരു സമൂഹത്തിനെ ഫൂളാക്കിയതിന്റെ പേരിലാണ് അന്ന് ഏപ്രിൽ ഫൂൾ എന്നറിയപ്പെടുന്നത്. അതെന്തിനാ നമ്മളുടെ സംസ്കാരമായി പറയുന്നത്? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളും, എങ്ങനെയാണ് കമന്റ് എഴുതുക എന്നൊന്നും കമന്റ് പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷെ ചരിത്രം പഠിച്ചവരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. നിങ്ങളൊക്കെ നന്നാട്ടുകാവിനെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ നല്ല എഡ്യൂക്കേറ്റഡ് ആയ ഒരു സമൂഹം ഉറപ്പാണ്. അത് ഞാൻ നിങ്ങളെ പൊക്കി പറയുന്നൊന്നുമല്ല. നിങ്ങളിൽ എനിക്ക് ഒന്നും കിട്ടാനോ ഞാൻ ഇവിടെ നിന്ന് പെണ്ണ് കിട്ടാനും പോലില്ല, എന്റെ മോളെ കെട്ടിക്കാനും പോലില്ല, എന്റെ മോനോട് കല്യാണം കഴിക്കുന്നില്ല. പിന്നെന്തിനാ ഇത് പറയേണ്ട കാര്യം? ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഒരു നല്ലൊരു സമൂഹം, സംസ്കാര സമ്പന്നരായ മതബോധമുള്ള ഒരു മഹല്ലാണ് നന്നാട്ടുകാവ് മുസ്ലിം ജമാഅത്ത്. അതല്ലാത്ത മഹല്ലിൽ പോയിട്ട് അല്ല എന്ന് പറഞ്ഞിട്ടുകൊണ്ട്, അപ്പൊ ആണെന്നുള്ള മഹല്ലിൽ വന്നിട്ട് അത് പറയേണ്ട ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്.
അതുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവുണ്ട് എന്ന് എനിക്കറിയാം. മാത്രമല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഒത്തിരിയുള്ള നാടാണിത്. ഈ കൊല്ലവർഷം എന്നല്ലേ പറയുന്നത് മലയാള മാസത്തിന്? കൊല്ലവർഷം ഇതെങ്ങനെ ഉണ്ടായത്? കൊല്ലവർഷം എന്ന് മലയാള മാസത്തിന് ചിങ്ങം തുടങ്ങി 12 മാസങ്ങൾ തമിഴ്നാട്ടിലില്ല, കർണാടകയിലില്ല, അത് കേരളത്തിലേ ഉള്ളൂ. ഈ മലയാള വർഷം കൊല്ലവർഷമായത് എങ്ങനെയാണ്? ഈ മലയാള മാസങ്ങൾക്ക് ജന്മം നൽകിയത് കൊല്ലത്ത് വെച്ചാണ്. നിങ്ങൾ ചരിത്രം വായിച്ചു, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇത് 12 റോമൻ രാജാക്കന്മാരുടെ പേരാണ്. പക്ഷെ മുഹറം, സഫർ, റബിയുൽ അവൽ, റബിയുൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ആഖിർ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ 12 മാസങ്ങൾ. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാ. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ട 12 മാസങ്ങൾ യൗമ ഖലഖ സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം തന്നെ ആ 12 മാസങ്ങളിൽ ചില പേരുകൾ ഖുർആനിലുണ്ട്, ബാക്കി പേരുകൾ ഹദീസിലുണ്ട്. ഒന്നുമല്ലാത്തത് താരീഖിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. അതാണ് ദൈവികം. കൊല്ലവർഷം മനുഷ്യനിർമ്മിതം. ഇംഗ്ലീഷ് അതൊന്നും മോശമാണെന്നല്ല പറയുന്നത്. നമ്മളിപ്പോ വെച്ചത് ആരെങ്കിലും റബീഉൽ അവ്വൽ ഇന്ന ഡേറ്റ് എന്നാണോ? അല്ല, അത് നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം മനുഷ്യന്റെ കയ്യിലല്ല ഇതൊക്കെ ഉള്ളത്. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, ഒരു മാസം കാത്തിരിക്കണം. റമളാൻ എപ്പോഴാണെന്ന് ആർക്ക് പറയാൻ പറ്റുമോ? റമളാൻ എന്നാണെന്ന് അറിയണമെങ്കിൽ ജമാദുൽ ആഖിറിന്റെ റബിയുൽ ആഖിറിന്റെ പറയണം, ജമാദുൽ ഊലയുടെ പറയണം, ജമാദുൽ ആഖിറിന്റെ പറയണം, റജബിന്റെ പറയണം, ശഅബാന്റെ പറയണം, എന്നിട്ടേ റമളാന്റെ പറ കണ്ടിട്ട് റമളാൻ എന്ന് നിശ്ചയിക്കാൻ പറ്റൂ. പക്ഷേ നിങ്ങൾ ചിന്തിക്ക്, അടുത്ത വർഷം ക്രിസ്തുമസ് എന്നാണെന്ന് അറിയില്ലേ നമുക്ക്? അടുത്ത കൊല്ലം ഓണം എപ്പോഴാണെന്ന് അറിയാൻ പറ്റോ? എനിക്കറിയില്ല. പറ്റുമല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞു വന്ന വിഷയം, കളവ് പറയാൻ ഏപ്രിൽ 1 തിരഞ്ഞെടുക്കുന്ന ഒരു സമൂഹം, അത് കാപട്യത്തിന്റെ അടയാളമാണ്. മുനാഫിക്കിന്റെ സ്വഭാവം അവനിലുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കളവ് പറയരുത്. കാരണം അതിനൊരു ബുദ്ധിപരമായൊരു കാര്യം കൂടിയുണ്ട് അതിന്റെ പിന്നിൽ. എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഏറ്റവും വലിയ സത്യവാചകത്തിന്റെ അനുയായികളായതുകൊണ്ടാണ് കളവ് പറയാൻ പാടില്ല എന്ന് പറയുന്നത്. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും, ഇവൻ നാക്കെടുത്ത കള്ളം പറയുന്നവനാണ്. ആ പറച്ചിലിൽ പെട്ടതാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന കലിമയും എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് ഒരു സത്യവിശ്വാസി കളവ് പറയാൻ പാടില്ല എന്ന് പറയുന്നത്. മയ്യത്ത് നിസ്കാരത്തിൽ റുക്കൂഉം സുജൂദും ഇല്ല. എന്താ കാര്യം? അൽ ഇത്തിഹാഫ് എന്ന ഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുന്നത്, മയ്യത്ത് നിസ്കാരത്തിൽ റുക്കൂഉം സുജൂദും ഉണ്ടായാൽ ആ റുക്കൂഉം സുജൂദും മയ്യത്ത് നമസ്കാരത്തിൽ നിർവഹിക്കുന്ന ഒരാളുടെ നിസ്കാരം പുറത്തു നിന്ന് വീക്ഷിക്കുന്ന ഒരാൾ ചിന്തിക്കും, എടാ ഞങ്ങൾ കല്ലിനെ അല്ലേ ആരാധിക്കുന്നത്, എവറ്റകൾ ചത്തൊടുങ്ങിപ്പോയ മനുഷ്യനെയല്ലേ സുജൂദ് ചെയ്യുന്നതെന്ന് ഒരു സമൂഹം തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് സുജൂദും റുക്കൂഉം മയ്യത്ത് നിസ്കാരത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. ഈ പള്ളിക്കകത്ത് നിസ്കരിക്കുന്ന ബഹർ പോലത്തെ നന്നാട്ടാവ് പള്ളിയുടെ ഏറ്റവും പുറകിൽ വന്ന് ഇങ്ങനെ കൈകെട്ടി മുമ്പിൽ ബഹർ കിടക്കുകയാണ്. അത് പാടില്ല. നിസ്കരിക്കുന്നവന്റെ 3 മുഴം മുന്നിൽ ഒരു മറയുണ്ടാകണം. ആ മറയുടെ ഉയരം 1 മുഴത്തിന്റെ 2 ഭാഗം വേണം. മസ്അലയാണ്. അതിന്റെ ഇടയിലൂടെ ഒരാൾ കയറി പോകാൻ പാടില്ല. അലി തങ്ങൾ പറഞ്ഞു, നിസ്കരിക്കുന്നവന്റെയും മറയുടെയും ഇടയിൽ 40 കൊല്ലം കഴിഞ്ഞാലും ഞാൻ അതുവഴി പോയാലേ മതിയാവൂ എന്ന് വന്നാൽ ഞാൻ പോകില്ല. 40 കൊല്ലം അവൻ കൈയ്യട്ടി നിന്നാൽ പോലും ഞാൻ പോകൂല, അവിടെ തന്നെ നിൽക്കും. കാരണം അവൻ സംസാരിക്കുന്നത് പടച്ചോന്റെ മുമ്പിലാ. പ്രസിഡന്റ്, സെക്രട്ടറി, ഇമാമും കൂടി സംസാരിച്ചോണ്ട് നിൽക്കുക. അതിന് ഇടയിലൂടെ ഒരാൾ കയറി പോയാൽ നമ്മൾ എന്താ പറയാ? വളരെ മോശമല്ലേ? അപ്പൊ അള്ളാഹു നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയിലൂടെ കയറി പോകുമ്പോൾ അങ്ങനെ ഇടയിലൂടെ കയറ്റിവിടാതെ ഒരു 3 മുഴം മുമ്പിൽ ഒരു മറ വേണമെന്നാണ്. ആ മറ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ 1 മുഴത്തിന്റെ 2 ഉയരം വേണമെന്നാണ്. ഇനി മറയ്ക്ക് പകരം ഒരു തൂണോ അല്ലെങ്കിൽ ഒരു കമ്പോ കസേരയൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറ്റി വെക്കണം, ഡയറക്റ്റ് നേരെ വെക്കരുതെന്ന് ഫുഖഹാക്കൾ പഠിപ്പിച്ചു. എന്തുകൊണ്ടെന്നറിയോ? സുജൂദ് ചെയ്യുന്നത് അതിന്റെ മുമ്പിലായി പോകും, മറ്റുള്ളവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. എത്ര സുന്ദരമാണ് ഇസ്ലാമിന്റെ സംസ്കാരം. അതുകൊണ്ട് കളവ് പറയാൻ പാടില്ല, തെറ്റിദ്ധരിക്കും ജനങ്ങള്. ഇവള് പഠിച്ച കള്ളിയാണ്, നാക്കെടുത്താൽ കളവേ പറയോ. ഇവള് കള്ളിയാണ്, അതുകൊണ്ട് ഇവള് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ
ആരാധനയ്ക്കർഹൻ അല്ലാതെ മറ്റാരുമില്ലെന്ന് ഇവള് പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ലാ യകൂനുൽ മുഅ്മിനു കദ്ദാബാ, ഒരു വിശ്വാസിക്ക് കളവ് പറയാൻ കഴിയില്ലെന്ന് അസത്യത്തിന്റെ ലാഞ്ചന അതരങ്ങളിൽ നിന്ന് തമാശയ്ക്ക് പോലും അടർന്നു വീഴാത്ത ആമിനയുടെ പൊന്നുമോൻ അബ്ദുള്ളയുടെ തങ്കക്കുടം മദീനയുടെ രാജാവ് മക്കയുടെ ജേതാവ് എന്റെയും നിങ്ങളുടെയും കൽബിന്റെ പ്രാണന്റെ പ്രാണനായ കണ്ണിലെ കൃഷ്ണമണിയായ ചോരയായ എന്റെയും നിങ്ങളുടെയും നേതാവായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ കളവ് പറയുക മാത്രമല്ല, വിശ്വസിച്ചാൽ വഞ്ചിക്കും. വിശ്വസിച്ചെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഒരു 10,000 പോസ്റ്ററിന്റെ ഫലം ചെയ്യും, ഒരു 25,000 നോട്ടീസിന്റെ ഫലം ചെയ്യും. ഇവന് കാപട്യത്തിന്റെ അടയാളമുണ്ട്. മാത്രമല്ല തർക്കിച്ചാൽ തന്തയ്ക്ക് വിളിക്കോ, തർക്കിച്ചാൽ തള്ളയ്ക്ക് വിളിക്കോ. അത് പാടില്ല, പാടില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, മുനാഫിഖീങ്ങൾ നമ്മുടെ ശത്രുവാണെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ ചില അടയാളങ്ങൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ അടയാളം ഏതെന്നറിയോ? തഹിയ്യത്തുഹും ലഅന. ചില ആളുകൾ തഹിയ്യത്ത് അഭിവാദനം ശാപമായിരിക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിങ്ങനെ വരുമ്പോ കപട വിശ്വാസികളുടെ അടയാളമായി പറയുന്നത്, നമ്മളിങ്ങനെ വരും, അവനെ സൂക്ഷിക്കണം, ശത്രുവാണ്. ഞാൻ ഈ സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സൂക്ഷിച്ചേ മതിയാവുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി പശുവും പോലെ കിട്ടും. ഒരു സംശയമില്ല. അത് ആരായാലും സൂക്ഷിക്കണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അഹിബ് ഹബീബക ഹൗനമ്മ അസായകൂന ബഗീലക യൗമമ്മ അബ്ഗൽ ബഗീലക ഹൗനമ്മ അസായകൂന ഹബീബക യൗമമ്മ. നിന്റെ കൂട്ടുകാരനോട് നീ എല്ലാം അങ്ങോട്ട് തുറന്നു കൊടുക്കരുത്, നാളെ അവൻ നിന്റെ ശത്രുവാകും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. നിന്റെ ശത്രുവിനെ നീ അങ്ങ് അടച്ചാക്ഷേപിക്കരുത്, അങ്ങനത്തവനാണ് ഇങ്ങനത്തവനാണ് ഇതൊന്നും പറയരുത്. കാരണം ഇവൻ നാളെ നിന്റെ മിത്രമാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ അടയാളം തഹിയ്യത്തുഹും ലഅന. നമ്മൾ വരുമ്പോ, നമ്മൾ അടുത്തെത്തുമ്പോ അസ്സലാമു അലൈക്കും ഉസ്താദ് എങ്ങോട്ടാ, എന്തൊരു ബഹുമാനമാണ്. അല്ലെങ്കിൽ നമ്മൾ ഉസ്താദന്മാർ ചോദിക്കും, സാർ എങ്ങോട്ടാ പോയേ, എന്തൊരു ബഹുമാനമാണ്. സാർ അങ്ങോട്ട് പോകുമ്പോ യവനാരാന്നറിയോ, യവനെ നിങ്ങൾക്കറിയില്ല. അടുത്തിരിക്കുന്ന അടുത്ത് പറയാ തഹിയ്യത്തുഹും ലഅന. ഇത് മുനാഫിക്കിന്റെ അടയാളം. നമുക്ക് 50 മാർക്കായില്ലേ? രണ്ടാമത്തെ കേട്ടോ, അവൻ കഴിക്കുന്ന ഭക്ഷണം പിടിച്ചു പറിച്ച ഭക്ഷണമാണ്. കള്ളത്തരം പറഞ്ഞു, കളവ് പറഞ്ഞു പരത്തി, ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പൈസ ഉണ്ടാക്കി. ആ പൈസയാണ് അവൻ തിന്നുന്നത്. അല്ലാഹു അക്ബർ. തീരുന്നില്ല. ഇനി കേട്ടോ, എണ്ണി പറയാണ്, 5-6 എണ്ണമുള്ളൂ, ഞാൻ പെട്ടെന്ന് നിർത്തിയേക്കാം. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി പറയുന്നു, ലാ യഖ്റബൂനൽ മസാജിദ ഇല്ലാ ഹജ്റാ. ഇടയ്ക്കിടയ്ക്കല്ലാതെ പള്ളിയിൽ വരൂല. അത് മുനാഫിക്കിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത്യാവശ്യം ഉണ്ടെങ്കിൽ പോകാം. എത്ര പേര് പോയിട്ടുണ്ട്? ഒരു വീട്ടിന്റെ മുമ്പിൽ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് കേറട്ടെ, അദ്ഖുലു, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വീട്ടിൽ കതകിനെ മുട്ടി. അബൂ മൂസ അശ്ശരിയാൻ തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. മറ്റത് ഉമർ തങ്ങളാ. 3 പ്രാവശ്യം അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടും മറുപടിയില്ല. ഉമർ തങ്ങൾ കതക് തുറന്നപ്പോ അബൂ മൂസ അശ്ശരി തങ്ങൾ പോയി. ആ സമയത്ത്, എന്താ നീ പോകുന്നേ? ഇനി നിങ്ങളെ വീട്ടിൽ ഞാൻ കയറൂല. ധാരടത്തായി പറയുന്നേ. അബൂ മൂസ അശ്ശരി തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ വീട്ടിൽ ഇനി കയറൂല. അതെന്താടാ നീ കയറാത്തത്? അത് 3 പ്രാവശ്യം അനുവാദം ചോദിക്കണം. അനുവാദം കിട്ടിയില്ലെങ്കിൽ ആ വീട്ടിൽ പ്രവേശിക്കരുതെന്ന് എന്റെ റസൂല് പറഞ്ഞു. ഉമർ തങ്ങൾ ആ ഹദീസ് കേട്ടിട്ടില്ല. ഉമർ തങ്ങൾ ആ ഹദീസ് കേട്ടിട്ടില്ല. ഉമർ തങ്ങൾ അറിയാലോ സ്വഭാവം. ഉമർ തങ്ങൾ വാളും വലിച്ചൂരി എടുത്തിട്ട് അബൂ മൂസ അശ്ശരി തങ്ങളെ പിടിച്ചിട്ട് പറഞ്ഞു, നീ പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതെങ്ങാനും നീ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതാണെങ്കിൽ നിന്നെ ഞാൻ വെച്ചേക്കൂല, കൊല്ലും. മഹാനായ അബൂ മൂസ അശ്ശരി തങ്ങൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം. ഇത് നബി തങ്ങൾ പറഞ്ഞോ ഇല്ലേ നമുക്കിപ്പോ തീരുമാനിക്കാം. അൻസാരികളായ കുറെ സഹാബത്ത് ഇരിക്കുന്ന ഭാഗത്തേക്ക് നേരെ കൊണ്ടുപോയി. അവിടെ കൊണ്ട് ചെന്നിട്ട് അബൂ മൂസ തങ്ങൾ ചോദിച്ചു, ഈ ഹദീസ് ഉണ്ടോ ഇല്ലേ? അപ്പോ അവിടെ ഇരിക്കുന്നവർ പറഞ്ഞു, ഉണ്ടായിരുന്നല്ലോ, ഇന്ന ദിവസം ഇന്ന സമയത്താണല്ലോ നബി തങ്ങൾ അത് പറഞ്ഞത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന് നബി ഈ പ്രസംഗം നടത്തുമ്പോ ഞാൻ മാർക്കറ്റിൽ കച്ചവടത്തിനായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഉമർ റളിയല്ലാഹു അൻഹു ചില സമയത്ത് ദീനി മജ്ലിസിൽ നിന്ന് വിട്ടുനിന്നു എന്നല്ലേ? നമുക്ക് ചിലപ്പം വഅലിന് വരാൻ പറ്റില്ല, ചിലപ്പോ പള്ളിയിൽ വരാൻ പറ്റൂല. പക്ഷേ
നൈരന്തര്യം എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ വരും. ചിലപ്പോൾ പെരുന്നാളിനായിരിക്കും, ചിലപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കും. അത് കാപട്യത്തിന്റെ അടയാളമാണ്, കാപട്യത്തിന്റെ അടയാളമാണ്. തീരുന്നില്ല. ഇനി പള്ളിയിൽ വരുന്നവൻ തന്നെ പക്ഷേ റസൂലുള്ള പറയുന്നില്ല, എന്നും യവൻ ജമാഅത്ത് കഴിഞ്ഞേ പള്ളിയിൽ വരൂ. യവൻ പള്ളിയിൽ വരും, പക്ഷെ ജമാഅത്ത് കഴിയണം. യവൻ അങ്ങനെയാണ് സാധാരണ വരുന്നത്. പിന്തിയെ യവന് വരാറുള്ളൂ. ഇത് നിഫാഖിന്റെ അടയാളമാണ്. തീരുന്നില്ല സഹോദരങ്ങളെ. മുസ്തക്ബിരീനായ ഇവർ അഹങ്കാരികളാണ്. ലാ യലിഫൂന വലാ യുലഫൂൻ. ഇയാൾ ആരോടും മയം കാണിക്കില്ല, ഇയാളോട് ആരും മയം കാണിക്കുകയുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മയമില്ല, മിണ്ടാൻ പറ്റൂല. സിംഹത്തിന് കടുവയെ പോലെ ചാടി കഴിക്കാൻ നിൽക്കും. മുനാഫിക്കിന്റെ അടയാളമാണ്. ചിലരിടത്തൊക്കെ മിണ്ടിയാൽ വെളുക്കുന്നത് വരെ സംസാരിച്ചിരിക്കാൻ തോന്നും. ചിലരിടത്ത് മിണ്ടിയാലോ ഒരു നിമിഷം മിണ്ടാൻ പറ്റൂല. കാരണം കടിച്ചു കീറാൻ വേണ്ടി രൗദ്രതയിൽ വരുന്ന ഒരു യക്ഷിയെ പോലെ ഇങ്ങനെ ആയിരിക്കും സംസാരം. അത് നിഫാഖിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നിട്ടോ ഇവര് രാത്രി അവര് ചാരി വെച്ച ഒരു മരത്തടി പോലെയാണ്. വീട്ടിലേക്ക് ചെന്നൊരൊറ്റ വീടക്കമാണ്. ഒരു വലിയ മരം ചെന്ന് വീണതുപോലെ. സഹോദരിമാർക്ക് മനസ്സിലായി ഇപ്പൊ ആരാൻ അല്ലേ? വന്ന കൊന്നത്തടി വെട്ടിയിട്ടതുപോലെ ഒരൊറ്റ കിടപ്പ എന്ന് പറഞ്ഞാൽ എണീറ്റ് നിസ്കരിക്കൂല. മരം വീണതുപോലെ ഒരു കിടപ്പാണ്. എന്നാ രാത്രി അങ്ങനെയായി. പകലോ സഹബും ബിന്നഹാർ. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാ പിന്നെ വായ അടയ്ക്കൂല. എവിടെ പോയാലും ബഹളം. പള്ളി പോയാൽ അവിടെ ബഹളം, പിന്നെ പള്ളിമുറ്റത്ത് പോയാൽ അവിടെ ബഹളം, പള്ളിക്കകത്ത് കയറിയ അവിടെ ബഹളം, കടയിൽ പോയാൽ അവിടെ ബഹളം, എവിടെ പോയാലും ബഹളം. ഇത് മുനാഫിക്കിന്റെ അടയാളമാണെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ഹദീസിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് രണ്ടാമത്തെ ശത്രു മനസ്സിലാക്കുക. ഒന്ന് ശൈത്താൻ, രണ്ട് മുനാഫിഖീങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. അള്ളാഹു നമ്മളെ മുനാഫിഖീങ്ങളിൽ നിന്ന് കാക്കുന്നതോടൊപ്പം നമ്മളെ മുനാഫിഖിന്റെ സ്വഭാവത്തിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി മൂന്നാമതായിട്ട് പറയുകയാണ്, ശത്രുവിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നു. മൂന്നാമത്തെ ശത്രു ഏതെന്നറിയോ സഹോദരങ്ങളെ? അവര് മുനാഫിഖൊന്നുമല്ല, അവര് കപട വിശ്വാസികളൊന്നുമല്ല. പിന്നെ ആരാണെന്നറിയോ? സൂറത്തുൽ ബഖറ 36-ാമത്തെ ആയത്തിലെ മൂന്നാമത്തെ ശത്രുവിനെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. വഖുൽ നഹ്ബിതു മിൻഹാ വഖുൽ നഹ്ബിതു ബഅലുകും ലിബഅലിൻ അദൂ. മഹാനായ ആദം നബി അലൈഹിസ്സലാം ഹവ്വാ റളിയല്ലാഹു തആല അൻഹാ, മനുഷ്യപിതാ ആദം നബിയും അവരുടെ സഹധർമ്മിണിയായ ഹവ്വാ റളിയല്ലാഹു തആല അൻഹാ, രണ്ടുപേരെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തിറക്കുമ്പോ ആ സുന്ദരമായ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നല്ലോ. അവർ രണ്ട് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അല്ലാഹു അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹു ആദം നബിയോട് ഹവ്വാ ബീവിയോട് പറയുകയാണ്, വഖുൽ നഹ്ബിതു, നിങ്ങൾ എല്ലാവരും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തേക്ക് പോണേ. കേവലം ആദം നബിയെ മാത്രമല്ല സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത്, ഹവ്വാ ബീവിയെ മാത്രമല്ല സ്വർഗ്ഗത്തിൽ നിന്ന് അല്ലാഹു പുറത്താക്കിയത്. പോത്തങ്കോട് നന്നാട്ടുകാവ് മുസ്ലിം ജമാഅത്തിലെ നിങ്ങളെ ഓരോരുത്തരെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയതാ. പനവൂരിലുള്ള എന്നെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയതാ. എന്തുകൊണ്ടെന്നറിയോ സഹോദരങ്ങളെ? അല്ലാഹു ആദം നബിയോട് ഹവ്വാ ബീവിയോട് നീ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോയെന്നോ, നിങ്ങൾ രണ്ടുപേരും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോണോ എന്നല്ല പറഞ്ഞത്. വഖുൽ നഹ്ബിതു, അല്ലാഹു തആല എല്ലാരെയും കൂടി ഉദ്ദേശിച്ചു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആദം നബിയുടെ മുതുകത്ത്, ആ ആദം നബിയുടെ നട്ടെല്ലിലൂടെ ഓടുന്ന രേതസ്കണമുണ്ടല്ലോ, ആ രേതസ്കണത്തിൽ നിന്നല്ലേ ആദം നബിയുടെ മക്കൾ ഉണ്ടായത്. അവിടെ നിന്നല്ലേ മക്കള് പിന്നോട്ടുണ്ടായത്. ആ മക്കളല്ലേ ഞാനും നിങ്ങളും. നമ്മളെല്ലാവരും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാ. എന്നിട്ട് അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ബഅലുകും ലിബഅലിൻ അദൂ. നിങ്ങൾ പരസ്പരം ശത്രുക്കളാകും, നിങ്ങൾ പരസ്പരം ശത്രുക്കളാകും. ഇത് കുഫാറുകളെ പറ്റിയല്ല, ഇത് ശൈത്താനെ പറ്റിയല്ല, ഇത് പ്രിയപ്പെട്ടവരെ ഒരിക്കലും മുനാഫിഖീങ്ങളെ പറ്റിയല്ല. പക്ഷേ ഈ പറയപ്പെടുന്ന നമ്മളെ കൂടെ നിസ്കരിക്കുന്നവര്, നമ്മളെ കൂടെ ഉള്ളവര്, നമ്മുടെ തോളോട് തോള് നിൽക്കുന്നവര് ചിലപ്പോ നമ്മുടെ ശത്രുവാകും, സംശയമില്ല. അത് എക്കാലത്തെയും ശത്രുവെന്നല്ല. നിങ്ങളിൽ ചിലര് നിങ്ങൾക്ക് ശത്രുവാണെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ ആ ശത്രുതാ മനോഭാവത്തിൽ നിന്ന് രക്ഷപ്പെടാനും വഴി അല്ലാഹുവിന്റെ ഖുർആൻ
പറഞ്ഞു. അതിന് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നറിയോ? ഇനി പറയുന്ന കാര്യം ചെയ്തോ പെങ്ങളെ. ഒരാളും നമ്മളെ ശത്രുവാവൂല. വലാ തസ്തവിൽ ഹസനതു വലസയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ ഹസന ഫഇദല്ലദീ ബൈനഹു വബൈനക ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. ഇത്ര സിമ്പിളായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞെന്നറിയോ? എനിക്ക് റഫീഖ് മൗലവിക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ ഞാൻ അതേ ദേഷ്യത്തിൽ മൂപ്പരോട് തിരിച്ചു കാണിച്ചാൽ ദേഷ്യം കൂടുന്നു, പിണക്കം കൂടുന്നു, ശത്രുത കൂടുന്നു. അല്ലാഹ് പറയുന്നു നിങ്ങൾ രണ്ടും ശത്രുക്കളാകാൻ സംശയമില്ല. അദ്ദേഹം എന്തെങ്കിലും എന്നോട് കാണിച്ചാൽ അത് തിന്മയാണെന്നിരിക്കട്ടെ, എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെന്നിരിക്കട്ടെ, അല്ലാഹ് പറയുന്നു വലാ തസ്തവിൽ ഹസനതു വലസയ്യിഅ. തിന്മയെ തിന്മ കൊണ്ട് എതിരിടരുത്, തിന്മയെ നന്മ കൊണ്ടാണ് എതിരിടേണ്ടത്. കാരണം നിനക്ക് പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നീ അങ്ങോട്ട് ചെയ്തു കൊടുക്കണേ. നിന്റെ അപ്പുറത്തെ സഹോദരി കല്യാണത്തിന് വിളിച്ചില്ല, മകളെ കെട്ടിച്ചപ്പോ ഒരു അതിര് തർക്കത്തിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അയൽവക്ക ചർച്ചയുടെ പേരിൽ നിന്നോട് പിണക്കമാണ്. മകളുടെ കല്യാണത്തിന് നിന്നെ ക്ഷണിച്ചിട്ടില്ല. അപ്പൊ നീ തീരുമാനിച്ചു എന്റെ മകളുടെ കല്യാണത്തിന് ഞാനും വിളിക്കൂല. ഒന്ന് ചിന്തിച്ചു നോക്ക് പെങ്ങളെ, അവിടെ ശത്രുത കൂടുകയാണ്. നീ റസൂലുള്ളാഹിന്റെ അനുയായിയാണോ? നീ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരുണ്ടല്ലോ, ആ ഭാര്യമാരുടെ മാതൃക വഫാത്തിൽ മുസ്തഫ خيرنا فاخترنا النبي المقتفى عائشة وحفصة وسوداء صفية ميمونة ورملا هند وزينب كذا جويريا للمؤمنين أمهات مرضيا. അവിടത്തെ ഇവിടെ ചൂടും ചൂരുമേറ്റ് കിടന്ന റസൂലുള്ളാഹിന്റെ രാത്രികളെ ധന്യമാക്കി മാറ്റിയ ഏത് പ്രതിസന്ധി വന്നാലും ഞങ്ങളുണ്ട് റസൂലേ, ഞങ്ങളുണ്ട് നബിയേ. അങ്ങ് സങ്കടപ്പെടരുത്, വിഷമിക്കരുത്, വ്യസനിക്കരുത്, ദുഃഖിക്കരുത്, കരയരുത്, തളരരുത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ താങ്ങും തണലുമായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ എന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട മഹിളാരത്നങ്ങളുടെ പിന്തലമുറക്കാരികളായി അറിയപ്പെടണോ? അവരുടെ പൊരുത്തം നിങ്ങൾക്ക് വേണോ? ഫാത്തിമത്തെ സഹറ നിങ്ങളെ കൈപിടിച്ചുകൊണ്ട് സുന്ദര സുവനത്തിലേക്ക് കടന്നു പോണോ? എങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പുറത്തെ വീട്ടിലെ കല്യാണത്തിന് നിങ്ങളെ ക്ഷണിച്ചില്ലെങ്കിൽ എന്റെ വീട്ടിലെ കല്യാണത്തിന് ഞാനും ക്ഷണിക്കുന്നില്ല എന്ന് പറയുന്നത് ശത്രുവായി മാറുന്നതിന് കാരണമാകും. നിങ്ങൾ ചെയ്യേണ്ടത് വിളിച്ചില്ലെങ്കിൽ വിളിക്കണ്ട, അത് അവളുടെ സ്വഭാവമാണ്, എനിക്കതിന് കഴിയൂല. ഞാൻ എന്റെ മുത്തു റസൂലിനെ വാരിപ്പുണരുന്നവളാ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പിൻപറ്റുന്നവളാ, ഫാത്തിമത്തെ സഹ്റയെ നേതാവാക്കിയവളാ. അതുകൊണ്ട് എനിക്കൊരു കടമയുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് നിന്റെ മകളുടെ കല്യാണം നീ അങ്ങോട്ട് പറയണം. ആ കല്യാണം നീ അങ്ങോട്ട് പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നിങ്ങൾ തമ്മിലുള്ള എല്ലാ സ്വാരസ്യങ്ങളും മാറിയിട്ട് നിങ്ങൾ ഇണങ്ങാൻ കാരണമാകുമെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുസ്സിലത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മളോട് കാണിക്കുന്നത് തിരിച്ചു നമ്മളെ കാണിക്കാൻ പാടില്ല, ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ചരിത്രം ഒത്തിരി പറയാനുണ്ട്. ഇന്നലെ പ്രിയപ്പെട്ട ബാക്കവി ഹുബ്ബുർ റസൂലാണ് പറഞ്ഞത്. ഞാൻ ആ ഭാഗത്തെ പറ്റി പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഒരു പിന്നെ അവസരോചിതമല്ലാത്ത നിലയിൽ ഒരു ആവർത്തന വിരസത നിങ്ങൾക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. മക്കയിൽ നിന്ന് പോകാൻ നേരത്ത് നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ റസൂലിനെ പറ്റി എന്തെല്ലാം പറഞ്ഞു പരത്തുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തെ പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല. ഒരു മഹല്ലത്തിന്റെ പരിപാടിയാകുമ്പോ എല്ലാ സീമകളും സൂക്ഷിച്ച് മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയൂ. അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി പറയുന്നത് എന്താന്ന് നിങ്ങൾക്കറിയോ? റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ പറ്റി പറയുന്നത് എന്താന്ന് നിങ്ങൾക്കറിയോ? ആരെങ്കിലും ഒന്ന് ചോദിക്കാനുണ്ടോ?
ഉണ്ടോ? ആരെങ്കിലും ഈ പറയപ്പെടുന്ന വളരെ മോശമായി നമ്മളെ വാപ്പയെ പറ്റിയോ ഉമ്മയെ പറ്റിയോ നമ്മുടെ ഭാര്യയെ പറ്റിയോ മക്കളെ പറ്റിയോ നിങ്ങളുടെ ഭർത്താക്കന്മാരെ പറ്റിയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സഹിക്കൂല എങ്കിൽ നമ്മുടെ ഹബീബിനെ പറ്റി എന്തെല്ലാം പറയുന്നു സോഷ്യൽ മീഡിയയിൽ. പലരും എടുത്ത് ഇങ്ങോട്ട് അയച്ചു തരാറുണ്ട്. ഉസ്താദേ ഇത് കേൾക്കണം. ഞാൻ കേൾക്കില്ല. ഞാൻ കേട്ടാൽ എന്റെ ചോര തിളയ്ക്കും. ചോര തിളച്ചാ പിന്നെ എവിടെയെങ്കിലും പറയും. പറഞ്ഞാ പിന്നെ ശത്രുക്കൾ കൂടും. അതുകൊണ്ട് വേറെ ഗുണങ്ങളൊന്നുമില്ല. പക്ഷേ ഒന്ന് നമ്മൾ അറിയണം, അള്ളാഹുവിന്റെ ഹബീബിനെയും അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമ്മിണിമാരെ പറ്റിയും പറയുന്നത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ ഹബീബ് പോലെ കാരുണ്യമുള്ള ഒരു നേതാവിനെ, ഒരു മനുഷ്യനെ ലോകത്ത് കാണിക്കാൻ പറ്റുമോ? പറ്റില്ല. അള്ളാഹുവിന്റെ ഹബീബ് മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകാൻ നിങ്ങൾ ചിന്തിക്കണം. ആ സമയത്ത് നബിതങ്ങളെ പോകാൻ തീരുമാനിച്ചു. പിറന്ന നാട് 480 കിലോമീറ്റർ അപ്പുറത്തേക്ക് പലായനം ചെയ്യാൻ പോവാ. ഉമ്മ മരിച്ചു. 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു. 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു. ഉമ്മയുടെ വയറ്റിൽ 2 മാസം എത്തിയപ്പോ വാപ്പ മരിച്ചതാ. പ്രസവിക്കപ്പെട്ട് 6 വയസ്സെത്തുമ്പോ ഉമ്മ മരിച്ചു. നമ്മുടെ നാട്ടില് 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ പഠിക്കുന്ന പ്രായം. ആരുമില്ല. ഒരു കുഞ്ഞു ബാലൻ തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കബറടക്കുന്നിടത്ത് വന്ന് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സന്ദർഭം. കുഞ്ഞിളം കൈകൊണ്ട് മണ്ണ് വാരിയിട്ട് ഉമ്മയുടെ കബറിലേക്ക് ഇടുന്ന ചെറിയ പ്രായം. നമ്മൾ പലപ്പോഴും അങ്ങനെ ആരെങ്കിലും മരിച്ചുപോയാൽ നമുക്ക് സങ്കടം വരുന്നത്, പുത്തുമലയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, വയനാട് ചൂരൽമലയിലും വെള്ളാർമലയിലും മേപ്പാടിയിലും അതുപോലെ ആ ഭാഗങ്ങളിലൊക്കെ മരിച്ചുപോയ ആളുകളെ നമ്മൾ കാണുമ്പോൾ മരിച്ചവരോട് നമുക്കൊരു വിഷമവും ഇല്ല. അവര് സാലിഹീങ്ങളാണെങ്കിൽ അടുത്ത സെക്കൻഡ് മുതൽ അള്ളാഹു അവർക്ക് പ്രതിഫലം കൊടുത്തുകൊണ്ടിരിക്കാൻ. നമ്മൾ സങ്കടപ്പെടുന്നത് ഗൾഫിൽ നിന്ന് വന്ന് 3 മക്കള്, ആ 3 മക്കളും മരിച്ച, വാപ്പ മരിച്ചു, 3 മക്കള് മരിച്ചു, ഭാര്യ മരിച്ചു, ഉമ്മ മരിച്ചു, വീട്ടിലുള്ള 14 പേര് മരിച്ചു. വീട് പോയി. വീട് നിൽക്കുന്ന ഭാഗത്തൊരു വലിയ ഉരുളൻ പാറയുടെ മുകളിൽ കയറി ഇങ്ങനെ ഇരിക്കാൻ. വീടില്ല. പോട്ടെ, ഉമ്മയും വാപ്പയും ഇല്ല, ഭാര്യയും മക്കളും ഇല്ല, ഒറ്റയ്ക്ക്. നമുക്കെപ്പോഴും മരണപ്പെട്ട് കിടക്കുന്ന ഒരു മയ്യത്തിനോട് വിഷമം തോന്നുന്നത് ആ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മക്കളെ കാണുമ്പോഴാണ്. ആമിന ബീവി മരണപ്പെട്ട് ഒന്നിനും കഴിയാത്ത ഹബീബായ പ്രിയപ്പെട്ട പ്രവാചകൻ അവസാനം വന്നു. അബ്ദുൽ മുത്തലിബ് എന്നവരെ ഏറ്റെടുത്തു. മോനെ, നീ ഒറ്റയ്ക്കല്ലടാ, എന്റെ മോന്റെ മോനല്ലേ നീ. എന്റെ മോൻ മരിച്ചു, നിന്റെ തല കാണും മുമ്പ് മരിച്ചു, എന്റെ മരുമകളും മരിച്ചു, ഇപ്പൊ നിനക്ക് 6 വയസ്സേ ഉള്ളൂ, ഞാൻ നിന്നെ നോക്കിക്കോളാം പൊന്നുപോലെ. കുറച്ചു നാള് കഴിഞ്ഞപ്പോ ആ ഉപ്പാപ്പയും മരിച്ചു. മരിക്കുന്ന സമയത്ത് മൂത്താപ്പയുണ്ട് അബൂ ത്വാലിബ്. ഞാൻ നോക്കിക്കോളാം മോനെ, നിന്നെ കൈയൊഴിയൂല. ആളുകൾ പലരും വന്നിട്ട് പറഞ്ഞു, മുഹമ്മദിനെ നിലയ്ക്ക് നിർത്തണം, എന്റെ മോൻ ഒരു പോറലേക്ക ഞാൻ സമ്മതിക്കൂല. ആറ്റുനോറ്റ് വളർത്തി 50-ാമത്തെ വയസ്സിൽ അബൂ ത്വാലിബ് എന്നവർ മരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 50-ാമത്തെ വയസ്സിൽ അബൂ ത്വാലിബ് എന്നവർ മരിച്ചു. ഇതിനിടയിൽ 40-ാമത്തെ വയസ്സിൽ 65 വയസ്സുകാരിയായ സഹധർമ്മിണി, റസൂലുള്ളാഹിനെ ഏറ്റവും വലിയ ഒരു വലിയ ലൈംഗിക ചൊവ്വയുള്ള ഭാഷയിൽ സംസാരിക്കുന്നവർ, അള്ളാഹുവിന്റെ ഹബീബ് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നതുവരെ മറ്റൊരു കല്യാണം കഴിച്ചിട്ടില്ല. ചിന്തിക്കണം, 2 ഭർത്താക്കന്മാര് കല്യാണം കഴിച്ച് 2 പേരും മരിച്ച് വൈധവ്യം പേറി വിധവയായി. അതിലും മക്കളുണ്ട്. ഒരു വൃദ്ധയായ സ്ത്രീ അള്ളാന്റെ ഹബീബ് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അവര് മരിക്കുന്നതുവരെ മറ്റൊരു കല്യാണം കഴിച്ചില്ലെന്ന് മാത്രമല്ല, കന്യകയായ ആയിഷ ബീവിയെ കല്യാണം കഴിച്ച് പല സന്ദർഭങ്ങളിലും ഖദീജയെ പറ്റി ഇങ്ങനെ സ്മരിക്കും. ഖദീജയ്ക്ക് വേണ്ടിയിട്ട് ആടിനെ അറുത്തിട്ട് ഇറച്ചി ഖദീജയുടെ കൂട്ടുകാരികളായ കിഴവികൾക്ക് കൊടുത്തുവിടും, പ്രായം ചെന്ന വൃദ്ധകർക്ക് കൊടുത്തുവിടും. അങ്ങനെ ചോദിച്ചു ആയിഷ ബീവി ഇടയ്ക്ക് കയറി, നിങ്ങൾക്ക് ഞാനില്ല പിന്നെന്താ ഇനി നിങ്ങൾ ഖദീജ എന്ന് പറഞ്ഞിരിക്കുന്നത്? ആയിഷ ബീവിയുടെ ചെറിയ കുറുമ്പ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, എനിക്ക് മക്കളെ തന്നത് മുഴുവനും ഖദീജയാ.
എനിക്കെന്റെ ഖദീജ, ഒന്നുമില്ലാതിരുന്ന എനിക്കെന്റെ ഖദീജ എല്ലാം തന്നു. ഖദീജ നിസ്കരിച്ചോ? ഖദീജ നിസ്കരിച്ചിട്ടുണ്ടോ? റളിയല്ലാഹു അൻഹ പറയും. ഖദീജ ബീവി നിസ്കരിച്ചിട്ടുണ്ടോ? ഒരു വഖത്ത് നിസ്കരിച്ചോ? ഖദീജ ബീവി വഫാത്താകുന്നത് നബി തങ്ങളുടെ 50-ാമത്തെ വയസ്സിലല്ലേ? 51-ാമത്തെ വയസ്സിലല്ലേ മിഅ്റാജ് നടന്നത്? ഖദീജ ബീവിക്ക് വഫാത്തിന് ശേഷം അപ്പോഴല്ലേ നിസ്കാരം നിർബന്ധമായത്? അവിടെ നിന്ന് മദീനയിൽ ചെന്ന് 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ നോമ്പ് നിർബന്ധമായത്? ഖദീജ ബീവി നോമ്പ് പിടിച്ചോ? ഖദീജ ബീവി ഹജ്ജ് ചെയ്തോ? ഖദീജ റളിയല്ലാഹു അൻഹ നിസ്കരിച്ചോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വേറെ എന്തെങ്കിലും ചെയ്തോ? ആകെയുള്ള ഖദീജ ബീവിയുടെ ക്വാളിറ്റി എന്താ? അല്ലാഹുവിന്റെ റസൂലിന് ജീവിതത്തിന്റെ സർവ്വസുഖം നൽകാൻ പ്രതിജ്ഞാബദ്ധയായ സ്നേഹനിധിയായ ഒരു രാജകുമാരിയായി വാണരുളി ഖദീജ ബീവി റളിയല്ലാഹു തആല ജീവിതം മുഴുവനും അഷ്റഫുൽ ഖൽഖിന് കൊടുത്തു. വവജദക ആയിലൻ ഫഅഗ്ന. ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീര് കുടിച്ച പ്രവാചകന് ഖദീജ ബീബി സമ്പത്തും മുഴുവനും കൊടുത്തു. ഇന്നത്തെ അംബാനി അദാനി ഖദീജ ബീബിയുടെ വീട്ടിലെ വേലക്കാരാവാനേ സമ്പത്തുള്ളൂ. അത്രയും വലിയ കോടീശ്വരി ലക്ഷപ്രഭു. ആ ഖദീജ ബീബി വഫാത്താകുമ്പോ കഫൻ പുടവ തികയുന്നില്ല. നിങ്ങൾക്കറിയാലോ, പണ്ടൊക്കെ നമ്മൾ കേട്ടതല്ലേ, അന്നത്തെ ആ പ്രസംഗികന്മാർ പ്രസംഗിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് ഖദീജ ബീവിയെ പൊതിയാൻ വേണ്ടിയിട്ട് നീളമുള്ള ഇദ്ദഖർ പുല്ല് വെട്ടിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചിന്തിച്ചു നോക്ക്, ആരുമില്ല. ഖദീജ ബീവി പോയി, അബൂ താലിബും പോയി. ആ സമയത്ത് മക്കയിൽ പോകേണ്ടി വന്നു. ശ്രദ്ധിച്ച് കേട്ടോ, മക്കയിൽ പോകാൻ നേരത്ത് നബി തങ്ങൾക്കൊരാഗ്രഹം. എന്റെ ഉമ്മ പോയപ്പോ വാപ്പയെ കണ്ടിട്ടില്ല, എന്റെ ഉപ്പാപ്പ പോയപ്പോ മൂത്താപ്പ പോയപ്പോ എന്റെ പ്രിയപ്പെട്ടവള് പോയപ്പോ എനിക്കാകെ ഉണ്ടായിരുന്ന തണല് കരിമ്പടം പുതച്ച് നിൽക്കുന്ന കറുത്ത സുന്ദരിയായ കരിങ്കല്ല് കൊണ്ട് നിർമ്മിക്കപ്പെട്ട കഅബത്തു ശരീഫ. ആ കഅബാലയത്തിന്റെ തണലിൽ വന്ന് കഅബാലയത്തിലേക്ക് ഇങ്ങനെ കണ്ണുകൾ തുറന്നു വെച്ച് നോക്കി സങ്കടപ്പെട്ട് സന്തോഷത്തോടുകൂടി എഴുന്നേറ്റ് പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ താക്കോല് കയ്യിൽ വെച്ചിരിക്കുന്നത് ഉസ്മാൻ ഷൈബി എന്ന് പറയുന്ന ഒരാളാ. അദ്ദേഹത്തോട് ചോദിച്ചു, ഉസ്മാനെ ഒന്ന് താക്കോല് തരുവോ? ഞാൻ ഒന്ന് കയറി നിസ്കരിച്ചോട്ടെ കഅബയ്ക്കകത്ത്, 2 റക്അത്ത് ഞാൻ പെട്ടെന്ന് പൊയ്ക്കോളാം. ഉസ്മാൻ ഷൈബി പറഞ്ഞു, മുഹമ്മദേ പൊയ്ക്കോ ഇവിടുന്ന്. നീ എന്താ ചോദിക്കുന്നത്? ഈ നാട്ടുകാരെ മുഴുവനും നീ പൂർവിക പിതാക്കന്മാരെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ആശയം കൊണ്ടുവന്നിട്ട് നീ വീണ്ടും ഇവിടെ നിന്ന് സംസാരിക്കുകയാണോ? പോടോ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചു. നബി തങ്ങൾ തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, ഒന്നും പറഞ്ഞില്ല. നാളെ ഈ താക്കോൽ എന്റെ കയ്യിൽ വരും, നീ എന്റെ ഭാഗത്ത് നിൽക്കും. ഞാൻ എന്ന് നിന്നോട് എങ്ങനാടാ ഇടപെടേണ്ടത്? മുഹമ്മദേ, എന്താ നീ പറയുന്നത്? പോ, സമയം കളയാതെ. വീട്ടിൽ നിന്ന് വിദേശത്ത് പോയവര് വീട്ടുമുറ്റത്ത് കളിക്കുന്ന പൊന്നുമക്കളെയും പ്രിയപ്പെട്ട ഉമ്മയെയും ഭാര്യയെയും വീട് കണ്ണിൽ നിന്ന് മറയുന്നത് വരെ തിരിഞ്ഞു നോക്കി പോകുന്നത് പോലെ കഅബ ഷരീഫിനെ തിരിഞ്ഞു നോക്കി അള്ളാഹുവിന്റെ റസൂല് യാത്രയായി ചെന്നു. വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധമായ മക്കം ഫതഹിന്റെ ദിവസം തിരിച്ചു വന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകൾ, ലക്ഷക്കണക്കായ ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അള്ളാന്റെ ഹബീബ് ബിലാൽ തങ്ങളോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. ബാങ്ക് കൊടുത്തു. ഇനി കഅബയ്ക്കകത്ത് കയറണം. കഅബയുടെ അകത്ത് കയറിയിട്ട് അതിനകത്തിരിക്കുന്ന പലരെ എടുത്ത് പുറത്തു വെക്കണം. അങ്ങനെ ആരാ ഈ കഅബയുടെ താക്കോല് വെക്കേണ്ടത്? എല്ലാരും കരുതി എന്നോടായിരിക്കും കഅബയുടെ താക്കോല് വെക്കാൻ പറയാ. അള്ളാന്റെ റസൂൽ ഇങ്ങനെ പരതുക, ആരെയാണിത് നോക്കുന്നത്? ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ചോദിച്ചു, എവിടെ ഉസ്മാൻ? ഇവിടെ എങ്ങാനുണ്ടോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ല, ഉസ്മാൻ അഫ്ഫാൻ അല്ല, ഉസ്മാൻ ഷൈബി. ഇവിടെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉസ്മാൻ ഷൈബി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ പലരും ഓടി ഒളിച്ചിട്ടുണ്ട്, പലരും മാളത്തിൽ ഒളിച്ചു, പലരും വന്ന് പേടിച്ച് മുസ്ലിമായി. അള്ളാന്റെ റസൂല് ഉസ്മാൻ ഷൈബി എവിടെയെന്ന് ചോദിച്ചപ്പോ ആളുകളുടെ പിന്നിൽ നിന്ന് വകഞ്ഞു മാറ്റി മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെ ഉണ്ട്. അള്ളാന്റെ റസൂല് താക്കോൽ ഇങ്ങനെ എടുത്തിട്ട് ചോദിച്ചു, ഞാൻ എന്താ നിന്നോട് ചെയ്യേണ്ടത്? ആ സമയത്ത് ഉസ്മാൻ ഷൈബി പറഞ്ഞു, നബിയേ, അങ്ങ് കരുണയുള്ളവനാണ്, അങ്ങ് കാരുണ്യവാനാണ്, ആ കരുണ മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ കൈ നീട്ടാൻ പറഞ്ഞു. ഉമർ തങ്ങളും അലി തങ്ങളും ഒക്കെ ചിന്തിച്ചു അവനെ കൊല്ലാനായിരിക്കും. കാരണം നബിതങ്ങൾക്ക് അവസാനം റക്അത്ത് നിസ്കരിക്കാനുള്ള പെർമിഷൻ റദ്ദാക്കിയ ആള്. അല്ലാഹുവിന്റെ റസൂൽ താക്കോൽ കൂട്ടങ്ങൾ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നീ വെച്ചോ, നീ തന്നെ സൂക്ഷിച്ചാൽ മതി. നീ മാത്രമല്ല, ലോകം അവസാനിക്കുന്നത് വരെ നിന്റെ പരമ്പര സൂക്ഷിക്കണം.
ഇന്ന് മുഹമ്മദ് ബിൻ സൽമാനോ, സൽമാൻ രാജാവിനോ, ഹറം മേധാവി അബ്ദുറഹ്മാൻ സുദൈസിനോ കഅബയ്ക്കകത്ത് കയറണമെങ്കിൽ, മക്ക ഗവർണർക്ക് കയറണമെങ്കിൽ ഷൈബി കുടുംബത്തിന്റെ ആളുടെ വീട്ടിൽ നിന്ന് താക്കോല് കൊണ്ടുവരണം കഅബ തുറന്നു കൊടുക്കാൻ. ആ പ്രിയപ്പെട്ട പ്രവാചകന് ഇത്രയും അനുയായികൾ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഒറ്റ കാരണം എന്താണെന്നറിയോ? നബിയേ, അങ്ങയോട് ആരൊരാള് മോശം പ്രവർത്തിച്ചാലും നന്മയും തിന്മയും സമമല്ല, ഏറ്റവും നല്ല കാര്യം കൊണ്ട് നിങ്ങൾ എതിരിടണേ. അങ്ങനെ നന്മയായ രീതിയിൽ നിങ്ങൾ പ്രതിധ്വനിച്ചാൽ, നിങ്ങളുടെ തിരിച്ചുള്ള ഇടപെടൽ നന്മയാണെങ്കിൽ അവര് നിങ്ങളെ മിത്രമായി മാറും നബിയേ. അതുകൊണ്ട് ആ രീതിയിൽ ജീവിച്ചോ, കൂടെയുള്ളവരെ ശത്രുക്കളാക്കല്ലേ. എന്തിനാ നമ്മൾ മരിച്ചാൽ വരേണ്ടവരല്ലേ? ആരോ പറഞ്ഞതുപോലെ ആരുമില്ലാതെ ജീവിക്കാം, എനിക്ക് ഭാര്യയും വേണ്ട, മക്കളും വേണ്ട, വാപ്പായും വേണ്ട, ഉമ്മായും വേണ്ട, ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോടാ. പക്ഷെ നീ മരിക്കൂലേ? മരിക്കുമ്പോ നിന്നെ കുഴിയിലോട്ടെടുത്തു വെക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? അപ്പോഴും നിന്നെ എടുക്കാൻ ഒരു 4 പേരെങ്കിലും വേണ്ടേ? നിനക്ക് വാപ്പ വേണ്ട, ഇറക്കി വിട്. ഉമ്മ വേണ്ട, പോട്ടെ. ഭാര്യ വേണ്ട, കളഞ്ഞേക്ക്. മക്കളെ വേണ്ട, ഓടിച്ചേക്ക്. ആരും വേണ്ട നിനക്ക്. നീ ഒറ്റത്തടിയായി ജീവിക്ക്. പക്ഷെ നാളെ നീ മരിക്കുമ്പോ നിന്റെ മയ്യത്തെടുത്ത് കബറിൽ വെക്കാൻ ഒരു 4 പേര് വേണ്ടേ, 4 കാലിൽ പിടിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ശത്രുക്കളാക്കരുത് ആരെയും. നമ്മൾ ആരെയും ശത്രുക്കളാക്കരുത്. ചേർന്ന് നിൽക്കണം. അടുത്ത നിമിഷം നമ്മുടെ റൂഹ് പിരിഞ്ഞു പോകാം. ഞാൻ അവസാനിപ്പിക്കട്ടെ ആ ഭാഗം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ അങ്ങോട്ട് നന്മകൾ ചെയ്തു കൊടുക്കിൻ, കൂടെയുള്ളവർ ശത്രുക്കളാവില്ല.